ഹായ് സാർ. ഹായ്. നമ്മുടെ അപ്ഡേഷൻ ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനമല്ലേ ബി എപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? ബി.എപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 27 വർഷത്തോളമായി മൊബൈൽ ഫോൺ മേഖലയിലും മറ്റ് ടെക്നിക്കൽ മേഖലകളിലും ട്രെയിനിങ്, ട്രേഡിങ്, സർവീസിങ് തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബ്രിഡ്കോയുടെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളെ എടുത്തു പറയുമ്പോൾ അതിൽ ട്രെയിനിങ് സെക്ടറിലെ അപ്ഗ്രഡേഷൻ, അതായത് നിലവിലുള്ള ടെക്നീഷ്യന്മാർക്ക് അപ്ഡേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബി.എപ്പ്. അപ്ഡേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ബി.എപ്പ് തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ എന്താണ് അവരോട് പറയാനുള്ളത്? അപ്ഡേറ്റ് ട്രെയിനിങ് അഥവാ ഒരു സ്പെഷ്യലൈസേഷൻ ആഗ്രഹിച്ചു വരുന്ന ടെക്നീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കില്ല, ഒരേ റേഞ്ചിലുള്ള ആൾക്കാരായിരിക്കില്ല. ചിലർ വളരെ ബേസിക് ആയിട്ടുള്ള വർക്ക് മാത്രം ചെയ്യുന്ന ടെക്നീഷ്യന്മാർ വരാറുണ്ട്. അതുപോലെ അത്യാവശ്യം ഡീപ്പ് വർക്കൊക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാരും വരാറുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മൾ ഒരേ കാറ്റഗറിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കുക അത്ര സക്സസ് ആയിരിക്കില്ല. ഇപ്പോൾ ബേസിക് വർക്ക് മാത്രം ചെയ്യുന്ന ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡീഷണൽ ട്രെയിനിങ് ആവശ്യമാണ്. അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേഷൻ കോഴ്സ് കൊണ്ട് തന്നെ അവർ കയറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ വളരെ ബേസിക് വർക്ക് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് അഡീഷണൽ ട്രെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ട് ബി.എപ്പ് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം, നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടാണ് ഒരാളെ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ആക്കി പുറത്തിറക്കുന്നത് എന്നുള്ളതാണ്. ബി.എപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി.എപ്പ് നൽകുന്ന ട്രെയിനിങ് തന്നെയാണ് ബി.എപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ എന്നുള്ള ആ ഒരു വാക്കിന് പകരമായിട്ട് നമ്മളെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് സ്പെഷ്യലൈസേഷൻ എന്നുള്ളൊരു വാക്കാണ്. അതായത് ഐഫോണിലാവട്ടെ ആൻഡ്രോയിഡിലാവട്ടെ വളരെ ഡീപ്പ് ലെവലിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ട്രെയിനിങ് എടുക്കാൻ സാധിക്കുന്ന ഒരു ഇടമാണ് ബി.എപ്പ് എന്നുള്ളത്. ബി.എപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബി.എപ്പിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും ട്രെയിനിങ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യം ഒരു സോഫ്റ്റ്വെയർ ടൂൾ മാത്രം പഠിക്കുകയാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഒരു CPU വർക്ക് മാത്രം പഠിക്കുകയാണ്, ഇവിടെ ഏത് രീതിയിലും നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാം. കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാമെന്നുള്ളതാണ്. കൂടാതെ നിലവിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് മറ്റ് ഗാഡ്ജറ്റുകളെ കുറിച്ചും പഠിക്കാം. ഇവിടെ മാക്ബുക്ക്, ലാപ്ടോപ്പ് ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. നിലവിലുള്ള ടെക്നീഷ്യന്മാർക്ക് പ്രത്യേക പാക്കേജ് തന്നെ നമ്മളതിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബി.എപ്പ് എന്ന് ചോദിച്ചതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം അവരുടെ ഒരു വലിയ പ്രശ്നമാണ്. സമയവും ദിവസവും പ്രശ്നമാണ്. ബി.എപ്പിൽ അങ്ങനെ ഒരു സമയ പ്രശ്നമോ ദിവസ പ്രശ്നമോ ഇല്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ എത്ര ദിവസമാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ സാധാരണ രീതിയിൽ 10 മുതൽ 5 വരെ എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തിലേക്ക് ഫ്ലെക്സിബിൾ ആവാനും ഇവിടെ സാധിക്കുന്നുള്ളതാണ്. എന്തുകൊണ്ട് ബി.എപ്പ് എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഞങ്ങൾ നൽകുന്ന ഫെസിലിറ്റീസാണ്. ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ ലാബ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ചോദ്യത്തിനെ പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ അപ്ഡേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം നൽകുന്നത് അപ്ഡേറ്റ് ട്രെയിനിങ് ആണല്ലോ. അപ്പോൾ അപ്ഡേഷൻ ഉള്ളിടത്തുനിന്ന് വേണം അപ്ഡേറ്റ് ട്രെയിനിങ് എടുക്കാനായിട്ട്. ബി.എപ്പ് എന്തുകൊണ്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പില്ലറായിട്ടുള്ള ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ബ്രിഡ്കോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സബ് ഡിവിഷൻസും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ബ്രിഡ്കോ എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ബ്രിഡ്കോൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നായിട്ടുള്ള ട്രേഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ഈ ഒരു മേഖലയ്ക്ക് വേണ്ട എല്ലാവിധ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സും ട്രേഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പുതിയ ഒരു സോഫ്റ്റ്വെയർ ടൂൾ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ടൂള് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലും അത് ആദ്യം എത്തിച്ചേരുന്ന ഇടം കൂടിയാണ് ബ്രിഡ്കോ അഥവാ ബി.എപ്പ്. ഇവിടുത്തെ UD ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അത് വരുന്ന മുറയ്ക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് സിലബസിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നൊരു ടീമാണ്. ഈ ഒരു ടീമിൻ്റെയും കൂടെ കോർഡിനേഷനിലാണ് ബി.എപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു സ്കൂൾ ടൈപ്പ് ഒരു ട്രെയിനിങ് അല്ല, അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോർമൽ ഒരു മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു രീതിയല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അവരെവിടെയാണോ വീക്കായിരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഇൻഡിവിജ്വലിയാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ട്രെയിനിങ് അല്ല എന്ന് പറയുമ്പോൾ
പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇവിടെ തിയറിയേക്കാൾ കൂടുതൽ ഒരു ലൈവ് ബോർഡ് ട്രെയിനിങ് ആണ്. നിരന്തരമായ പ്രാക്ടീസിലൂടെ ഒരാളുടെ കോൺഫിഡൻസ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് BF ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും BF ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നുള്ളതാണ് ഉത്തരം. അതായത് വളരെ ബേസിക് നോളജ് പോലും ഇല്ലാത്ത ആൾക്കാരെ ഈ മൊബൈൽ ഫോൺ ടെക്നോളജി പഠിപ്പിക്കാനായിട്ട് ബ്രിഡ്കോൻ്റെ തന്നെ 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളമെമ്പാടും ഉണ്ട്. BF ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിലവിൽ ടെക്നീഷ്യന്മാരായിരിക്കണം എന്നുള്ളതാണ്. നിലവിലെ ടെക്നീഷ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ഒരു ലെവൽ 4 പ്രൊഫഷണൽ ലെവലിലോട്ട്, എക്സ്പേർട്ട് ലെവലിലോട്ട് ഉയർത്തുക എന്നുള്ളതാണ് BFൻ്റെ എയിം തന്നെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് അപ്ഡേഷൻ ആവശ്യം വരിക? ഈ അപ്ഡേഷൻ ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നത് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ആൾക്കാർക്കാണ്. ഒന്ന്, വളരെ ബേസിക് ആയിട്ടുള്ള വർക്ക് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, അതായത് ചാർജിങ് ജാക്ക് മാറ്റുക, ഡിസ്പ്ലേ മാറ്റുക, അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ചിങ് ചെയ്യുക, ഈ വർക്ക് മാത്രം ചെയ്യുന്ന ആൾക്കാർ എക്കാലത്തും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു മോചനം, അവരെ ഒരു എക്സ്പേർട്ടാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അപ്ഡേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഒരു വിഭാഗക്കാർ. രണ്ടാമതൊരു വിഭാഗക്കാരെന്ന് പറയുന്നത് നിലവിൽ അവർ അത്യാവശ്യം നല്ല ടെക്നീഷ്യന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ആൻഡ്രോയിഡിൽ അല്ലെങ്കിൽ ഐഫോണിൽ, അതോ അല്ലെങ്കിൽ മാക്ബുക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഡിവൈസിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ഒരു അപ്ഡേഷൻ ട്രെയിനിങ് മസ്റ്റാണ്. മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം എക്സ്പേർട്ടുകൾ തന്നെയാണ്, എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഐഫോൺ പോലുള്ള ഒരു കാറ്റഗറിയിൽ അവർ കൂടുതൽ ട്രെയിനിങ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു അപ്ഡേഷൻ നിർബന്ധമായും എടുത്തിരിക്കണം. ഇനി നാലാമതൊരു വിഭാഗം എന്ന് പറയുന്നത് നിലവിൽ അവർ നല്ല ടെക്നീഷ്യന്മാരാണ്, അപ്പോൾ അവരുടെ ഒരു ടെക്നിക്കൽ ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരിപ്പോൾ മൊബൈൽ ഫോണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടാതെ മറ്റ് ഗാഡ്ജറ്റുകളായിട്ടുള്ള മാക്ബുക്ക്, ലാപ്ടോപ്പ്, ഇവയിലും കൂടി എക്സ്പേർട്ടുകളാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് മാക്ബുക്കിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും കൂടെ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, അഞ്ചാമതൊരു വിഭാഗക്കാരുണ്ട്. നിലവിൽ എക്സ്പേർട്ടുകളാണ് അവർ, പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ, അതായത് പുതിയൊരു സോഫ്റ്റ്വെയർ ടൂൾ വന്നു, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ടൂൾ വന്നു, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര എക്സ്പേർട്ടുകളാണെങ്കിലും പുതിയൊരു ടൂളാണ്, പുതിയൊരു സോഫ്റ്റ്വെയർ ടൂളായിരിക്കാം, പുതിയൊരു ഹാർഡ്വെയർ ടൂളായിരിക്കാം, അത് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ അതിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒരു അപ്ഗ്രഡേഷൻ നിർബന്ധമാണ്. BF നിന്ന് അപ്ഡേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു ടെക്നീഷ്യന് എന്തെല്ലാം സപ്പോർട്ടാണ് BF നിന്ന് ലഭിക്കുക? പ്രധാനമായിട്ടും ഇവിടെ ഒരു കോഴ്സ് എടുക്കാൻ വരുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന 2 തരത്തിലുള്ള സപ്പോർട്ടുകളാണ്. ഒന്ന് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്, മറ്റൊന്ന് ടെക്നിക്കൽ സപ്പോർട്ടാണ്. ഒരു കോഴ്സ് എടുക്കുന്ന, അപ്ഡേറ്റ് ആവാൻ വേണ്ടി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ഒരു ഹയർ ഗ്രേഡിലോട്ട് മാറാനായിട്ടാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 27 വർഷത്തോളമായി തുടരുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എൻക്വയറീസ് ടെക്നീഷ്യന്മാരെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യാനും അവരെ അസിസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊന്നും. രണ്ടാമത് ടെക്നിക്കൽ സപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 27 വർഷത്തോളമായി തുടരുന്ന ബ്രിഡ്കോയുടെ ഒരു യാത്രയിൽ ഒരുപാട് പേര് പഠിച്ചു പോയിട്ടുണ്ട്. ഇവരെല്ലാം വിദേശത്തും സ്വദേശത്തുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ടെക്നീഷ്യന്മാർ ഉൾക്കൊള്ളുന്ന, നമ്മുടെ UD ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റി ബ്രിഡ്കോയ്ക്കുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ലൈഫ് ടൈം തന്നെ സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ BF പഠിക്കുന്ന ഏതൊരു ടെക്നീഷ്യനെയും നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നതാണ്. നമുക്ക് ചുറ്റും ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ ക്ലാസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ മഴയത്ത് വരുന്ന കൂണ് പോലെ. അവിടെ എല്ലാം വളരെ തുച്ഛമായ പൈസക്കാണ് കോഴ്സ് കൊടുക്കുന്നത്. നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും, അവിടെ എല്ലാം ഈ അപ്ഡേഷൻ ക്ലാസ് തന്നെയാണോ കൊടുക്കുന്നത് എന്നുള്ളത്. ഈ കാര്യത്തിൽ BFൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു അപ്ഡേറ്റ് ട്രെയിനിങ് ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ട്രെയിനിങ് എടുക്കാൻ പോകുമ്പം അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൽ വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് വേണം ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വില കുറഞ്ഞ് അല്ലെങ്കിൽ വളരെ ഫീസ് കുറച്ച് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ നൽകുന്ന ഫെസിലിറ്റീസ്, ലാബ് ഫെസിലിറ്റീസ്, നമ്മൾ കൊടുക്കുന്ന മദർ ബോർഡുകളുടെ എണ്ണം, ഇതിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. BF തൽക്കാലം ഇക്കാര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. BFന് ഒരു ഫീസുണ്ട്, അത് കൃത്യമായും ആ വരുന്ന ടെക്നീഷ്യൻ അപ്ഡേറ്റായി പുറത്തിറങ്ങാൻ ആവശ്യമായ അത്രമാത്രം ഉള്ളൊരു ഫീസേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോഴൊരു സംശയം,
നമ്മുടെ മുമ്പിൽ വരുന്ന ടെക്നീഷ്യന്മാർ പല കാറ്റഗറിപ്പെട്ട ആൾക്കാരല്ലേ, ഇവർക്ക് എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കുമോ ഫീസ് സ്ട്രക്ചർ? ഇപ്പോൾ അത്യാവശ്യം നന്നായി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു അപ്ഡേഷൻ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അവർ പെട്ടെന്ന് പിക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് തന്നെ നമുക്കുണ്ട്. അതല്ല വളരെ ബേസിക് വർക്ക് മാത്രമേ ചെയ്യുള്ളൂ, കൂടുതൽ ട്രെയിനിങ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ നൽകുന്നത് ഇൻഡിവിജ്വലി അവർ ഓക്കെ ആകും വരെയുള്ള ട്രെയിനിങ് ആണ്. ഇവിടെ വെറും സിലബസ് തീർക്കലല്ല നടക്കുന്നത്. ഒരു ടെക്നീഷ്യൻ കോൺഫിഡൻ്റ് ആകും വരെ അയാൾക്ക് ഇവിടെ തുടരാം, അയാളുടെ പഠനം ഇവിടെ തുടരാം. ഞങ്ങൾ കൊടുക്കുന്ന ആ ഉറപ്പാണ് ഞങ്ങളുടെ ഫീസ്. കുറഞ്ഞ ഫീസിൽ പഠിച്ച് പിന്നെയും സംശയങ്ങളുമായി നടക്കുന്നത് സത്യം പറഞ്ഞാൽ സമയനഷ്ടമാണ്. BFൽ ഒരു തവണ കൃത്യമായി പഠിച്ചാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ കസ്റ്റമറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലാഭമാണ്. അപ്പോൾ ഇവിടെ എല്ലാ മാസവും ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു ബാച്ച് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ജോയിൻ ചെയ്യണോ, ഇന്ന് ജോയിൻ ചെയ്യാം. ആര് എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ബാച്ച് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പല ടെക്നീഷ്യന്മാരും പല റേഞ്ചിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരുത്തി പഠിപ്പിക്കാതെ ഓരോരുത്തരുടെയും അടുത്ത് നമ്മുടെ ട്രെയിനർ പോയി കൂടെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് BF. ഡ്യൂറേഷൻ്റെ കാര്യം ചോദിച്ചല്ലോ, ഞാൻ നേരത്തെ ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഒരാൾ കോൺഫിഡൻ്റ് ആകും വരെയാണ് ഇവിടുത്തെ ഡ്യൂറേഷൻ. അയാൾ കോൺഫിഡൻ്റ് ആകാതെ അയാൾ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്ന് ഞങ്ങൾ പോലും സമ്മതിക്കില്ല. ഓക്കെ സാർ, നമ്മുടെ കോഴ്സിനെ കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി എനിക്ക് അറിയാനുള്ളത്, നമ്മൾ ഈ അപ്ഡേഷൻ കോഴ്സ് തരുന്ന ട്രെയിനേഴ്സ് ഇല്ലേ, അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാം തന്നെ ടെക്നീഷ്യന്മാരായ ട്രെയിനേഴ്സാണ്. എന്ന് പറഞ്ഞാൽ അവർ നിരന്തരം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വരുന്ന ഓരോ പുതിയ ഡിവൈസിനെ കുറിച്ചും അവർ അത്രമാത്രം അവെയർ ആയിരിക്കും. കൂടാതെ ബ്രിഡ്കോൻ്റെ തന്നെ 15 വർഷത്തോളം എക്സ്പീരിയൻസിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ട്രെയിനേഴ്സ്. അതിൽ തന്നെ ഇപ്പോൾ 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ടെക്നീഷ്യൻസിന് ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന ടെക്നീഷ്യന്മാരടക്കമുണ്ട്. ഓക്കെ, BFൽ ഒരു അപ്ഡേഷൻ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് BF ആയിട്ട് കോൺടാക്ട് ചെയ്യുക? BFൽ ജോയിൻ ചെയ്യാനായിട്ട് BFൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അതുപോലെ BFലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ബ്രിഡ്കോൻ്റെ ഏത് ബ്രാഞ്ചിൽ നിങ്ങൾ അപ്ഡേഷന് വേണ്ടി എൻക്വയറി നടത്തുകയാണെങ്കിലും അത് BFലേക്ക് തന്നെ ആയിരിക്കും നിങ്ങളെ അസിസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തിരൂർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് റിംഗ് റോഡിലുള്ള BF സെൻറ്ററിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഒരു ദിവസത്തെ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാവുന്നതാണ്. BFനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.